നമസ്കാരം. ഞാൻ മുജീബ്. നമ്മൾ ലോകം ഇപ്പോൾ COVID-19 എന്നുള്ള ഒരു മഹാമാരിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ സിറ്റുവേഷനിൽ നമുക്കൊരു ക്ലാസ് റൂം ലേണിംഗ് എന്നുള്ളത് പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ ഓൺലൈൻ ക്ലാസ്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയാസൊക്കെ ഫോളോ ചെയ്തിട്ട് മുന്നോട്ട് പോകണം ക്ലാസ്. അപ്പോൾ സ്റ്റുഡൻസ് നിങ്ങൾ ഇതുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയാണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. ഞാൻ എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി Bcom 5th സെമസ്റ്ററിൻ്റെ ഇൻകം ടാക്സ്, ലോ ആൻഡ് അക്കൗണ്ട്സ് എന്നുള്ള സബ്ജക്റ്റാണ്. ഈ സബ്ജക്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇൻട്രൊഡക്ഷനുണ്ട്, അതുപോലെ തന്നെ ഹെഡ്സ് ഓഫ് ഇൻകം. ഇത്രയും കാര്യങ്ങളാണ് ഈ സബ്ജക്റ്റിൽ ഇപ്പോൾ 5th സെമ്മിൽ നമ്മൾ പഠിക്കുക. അതിലെ ഫസ്റ്റ് ചാപ്റ്റർ ഇൻകം ടാക്സ്. ഇൻകം ടാക്സ് എന്നുള്ള ഫസ്റ്റ് ചാപ്റ്ററിൽ അതിൻ്റെ ബ്രീഫ് ഹിസ്റ്ററി, അതുപോലെ ഇമ്പോർട്ടൻ്റ് ഡെഫിനിഷൻസ് ഓഫ് വേരിയസ് ടേംസ്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, സ്കോപ്പ് ഓഫ് ടോട്ടൽ ഇൻകം, അതല്ലെങ്കിൽ ഇൻസിഡൻസ് ഓഫ് ടാക്സ്, ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ഇൻകം ടാക്സ്. ദി കോൺസെപ്റ്റ് ഓഫ് ഇൻകം ടാക്സ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ in 1860 by Sir James Wilson. In order to meet the laws sustained by the government on account of military mutiny 1857, the Income Tax Act was passed in India in 1886. This Act continued its operation till 1917. In 1918, a new Income Tax Act was passed, but it was short-lived and was replaced by the Income Tax Act 1922. The Act continued its operation till 1961. The present Income Tax Act was passed in India September 1961 and started its operation 1st April 1962. ഇൻകം ടാക്സ് എന്നുള്ള കോൺസെപ്റ്റ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സർ ജെയിംസ് വിൽസൺ. അദ്ദേഹമാണ് ഇൻകം ടാക്സ് എന്നുള്ള കോൺസെപ്റ്റ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ 1857 മിലിറ്ററി മ്യൂട്ടണിയിൽ അന്നത്തെ ഗവൺമെൻറ്റിനുണ്ടായിട്ടുള്ള നഷ്ടം നികത്തുന്നതിന് വേണ്ടിയിട്ടാണ് 1860 ഇൻകം ടാക്സ് എന്നുള്ള കോൺസെപ്റ്റ് ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. അതിനുശേഷം 1886 ആദ്യത്തെ ഇൻകം ടാക്സ് ആക്ട് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ആക്ട് സമയാസമയങ്ങളിൽ വേണ്ട ഭേദഗതികളൊക്കെ വരുത്തി 1917 വരെ അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. അതിനുശേഷം 1918 പുതിയ ഇൻകം ടാക്സ് ആക്ട് പാസ്സാക്കുകയും ആ പാസ്സാക്കിയിട്ടുള്ള ഇൻകം ടാക്സ് ആക്ട് വളരെ കുറച്ച് കാലം മാത്രമേ ഫോളോ ചെയ്യാൻ ഒത്തുള്ളൂ. അപ്പോഴേക്കും 1922 പുതിയ വേറൊരു ഇൻകം ടാക്സ് ആക്ട് പാസ്സാക്കുകയാണ് ഉണ്ടായത്. 1922 പാസ്സാക്കിയിട്ടുള്ള ഇൻകം ടാക്സ് ആക്ടിന് 1961 വരെ വാലിഡിറ്റി ഉണ്ടായി. ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന ഇൻകം ടാക്സ് ആക്ട്, പ്രസൻറ്റ് ഇൻകം ടാക്സ് ആക്ട് ഇന്ത്യയിൽ പാസ്സാക്കിയിട്ടുള്ളത് 1961 സെപ്റ്റംബറിലാണ്. പക്ഷേ ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ മിഡിലൊക്കെ ആയതുകൊണ്ട് ആ നിയമത്തിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് 1962 ഏപ്രിൽ 1 ഇത്രയുമാണ് ഇൻകം ടാക്സിൻ്റെ
ബ്രീഫ് ഹിസ്റ്ററി ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ടേംസുകൾ, അതിൻ്റെ ഡെഫിനിഷൻസ്. ലോ ആയതുകൊണ്ട് ഡെഫിനിഷൻസ് പറയുമ്പോൾ അതിന് സെക്ഷൻ ഉണ്ടായിരിക്കും, അത് ഫോളോ ചെയ്യേണ്ടതാണ് സെക്ഷൻസ്. ഫസ്റ്റ് ടേം അസസ്സി, സെക്ഷൻ 2 subsection 7. Assessee is a person who has liability to pay tax or any other sum of money under this act. Is a person. അസസി എന്ന് പറഞ്ഞാൽ അതൊരു പേഴ്സൺ ആണ്. എങ്ങനെയാണ്? ഹു ഹാസ് ലയബിലിറ്റി ടു പേ ടാക്സ്. ടാക്സ് കൊടുക്കാൻ ലയബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള വ്യക്തികളെയാണ് അസസി എന്നറിയപ്പെടുക. ആൻഡ് എനി അതർ സം ഓഫ് മണി അണ്ടർ ദിസ് ആക്ട്. ദിസ് ആക്ട് ഹിയർ മീൻസ് ഇൻകം ടാക്സ് ആക്ട്. അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം മറ്റ് എന്തെങ്കിലും എമൗണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അടക്കാൻ ലയബിൾ ആയിട്ടുള്ളവരെയും എന്തെന്നറിയപ്പെടും? അസസി എന്ന് അറിയപ്പെടും. അസസി ഇൻക്ലൂഡ്സ് 2 terms, ഡീംഡ് അസസി ആൻഡ് അസസി ഇൻ ഡിഫോൾട്ട്. ഈ അസസിയിൽ ഉൾപ്പെടുന്ന 2 ആളുകളാണ് ഡീംഡ് അസസിയും അസസി ഇൻ ഡിഫോൾട്ട്. ഡീംഡ് അസസി അല്ലെങ്കിൽ അവർക്ക് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് റെപ്രസെൻറ്റേറ്റീവ് അസസി. ദി പേഴ്സൺ who is liable to pay tax not on his own income but the income accrued to another person is called deemed assessee. അസസി എന്ന് പറയുമ്പോൾ ടാക്സ് കൊടുക്കാൻ ലയബിൾ ആയിട്ടുള്ള ദി പേഴ്സൺ who is liable to pay tax, that is assessee, not on his own income but the income accrued to another person. സ്വന്തമല്ലാതെ മറ്റൊരാൾ ഏൺ ചെയ്യുന്ന വരുമാനത്തിന് ടാക്സ് കൊടുക്കാൻ ലയബിൾ ആയിട്ടുള്ള വ്യക്തികളെയാണ് ഡീംഡ് അസസി അതല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് അസസി എന്ന് അറിയപ്പെടുക. അതിന് എക്സാമ്പിളാണ് ഗാർഡിയൻ ഓഫ് മൈനർ. ഒരു മൈനറുടെ ഗാർഡിയൻ മൈനറുടെ പേരിൽ ഇൻകം ടാക്സ് ചെയ്യാറില്ല. മൈനറുടെ ഇൻകം അവരുടെ പാരൻറ്റിൻ്റെ ഇൻകവുമായിട്ട് ക്ലബ് ചെയ്യും. ആയതുകൊണ്ട് ആ പാരൻറ്റിനെ, മൈനറുടെ പാരൻറ്റിനെ അല്ലെങ്കിൽ ഗാർഡിയനെ അറിയപ്പെടും ഡീംഡ് അസസി ആയിട്ട്. ഇനി അസസിയിൽ ഉൾപ്പെടുന്ന മറ്റൊരു ടേമാണ് അസസി ഇൻ ഡിഫോൾട്ട്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഡിഫോൾട്ട് വീഴ്ച വരുത്തിയത്. നോക്കാം, ദി പേഴ്സൺ ഹു ഈസ് ഡീംഡ് ടു ബി an assessee in default if he fails to fulfill his statutory obligations. ഒരു അസസിയുടെ സ്റ്റാറ്റ്യൂട്ടറി ഓബ്ലിഗേഷൻ, നിയമപരമായിട്ടുള്ള ബാധ്യതകൾ ഫുൾഫിൽ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുന്ന വ്യക്തികളെയാണ് അസസി ഇൻ ഡിഫോൾട്ട് എന്ന് അറിയപ്പെടുക. ദി പേഴ്സൺ who is liable to deduct tax at source but does not to do so, or after deducting the tax it does not pay to the government or fails to pay advance income tax in time, is also treated as assessee in default. വരുമാനത്തിൽ നിന്ന് ടാക്സ് ഡിഡക്റ്റ് ചെയ്യാൻ ലയബിൾ ആയിട്ടുള്ള വ്യക്തി, പക്ഷേ ആള് ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ടില്ല. അതല്ല എങ്കിൽ ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ട്, അതിന് ബാക്കി വരുന്നത് ഗവൺമെൻറ്റിലേക്ക് അടക്കേണ്ടതാണ്, ആള് ടാക്സ് അടച്ചില്ല. അതല്ലെങ്കിൽ അഡ്വാൻസ് ടാക്സ് കൊടുക്കേണ്ട സമയാസമയത്ത് അഡ്വാൻസ് ടാക്സ് കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ അയാളിനെയും അറിയപ്പെടുന്നു അസസി ഇൻ ഡിഫോൾട്ട്. അപ്പോൾ ഒരു മെയിൻ ടേമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് അസസി.
ആ അസസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 2 അഡീഷണൽ ടേമുകളാണ് ഡീംഡ് അസസിയും അസസി ഇൻ ഡിഫോൾട്ട്. ദെൻ നെക്സ്റ്റ് ടേം ആണ് അസസ്മെന്റ്. സെക്ഷൻ 2 സബ്സെക്ഷൻ 8. Assessment is the process of computation of total income of an assessee and determination of tax liabilities. It's a process. ഒരു അസസിയുടെ ടോട്ടൽ ഇൻകവും ആ ടോട്ടൽ ഇൻകത്തിന് അയാൾ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കേണ്ട ടാക്സ് ലയബിലിറ്റിയും കണക്കാക്കുന്ന പ്രോസസ്സിനെയാണ് അസസ്മെൻ്റ് എന്നറിയപ്പെടുക. ടോട്ടൽ ഇൻകം കണക്കാക്കും. ആ കണക്കാക്കിയിട്ടുള്ള ടോട്ടൽ ഇൻകത്തിന് നിശ്ചിത ശതമാനം വെച്ചാണ് ടാക്സ് കൊടുക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ ഇൻകം ഒരു സൈഡ് കണക്കാക്കുന്നു, അതിൻ്റെ മറുവശത്ത് അതിൻ്റെ ടാക്സ് ലയബിലിറ്റി കണക്കാക്കിയിട്ട് ഈ 2 പ്രോസസ്സുകളെ അറിയപ്പെടുന്ന പേരാണ് അസസ്മെൻറ്റ്. ദെൻ നെക്സ്റ്റ് അസസ്മെൻറ്റ് ഇയർ. സെക്ഷൻ 2 സബ്സെക്ഷൻ 9. Assessment year is the period of 12 months commencing on first day of April every year. Comes to an end on 31st March of next year. എല്ലാ വർഷവും ഏപ്രിൽ 1 തുടങ്ങുകയും തൊട്ടടുത്ത വർഷത്തിലെ മാർച്ച് 31 അവസാനിക്കുകയും ചെയ്യുന്ന 12 മാസമുള്ള പീരീഡിനെ അറിയപ്പെടുന്നതാണ് അസസ്മെന്റ് ഇയർ. ഇറ്റ് ഈസ് ദ ഫിനാൻഷ്യൽ ഇയർ ഇൻ വിച്ച് ദി ടോട്ടൽ ഇൻകം ഓഫ് പ്രീവിയസ് ഇയർ ഈസ് ചാർജ്. ഫിനാൻഷ്യൽ ഇയർ സാമ്പത്തിക വർഷം, കാരണം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 1 തൊട്ടടുത്ത വർഷത്തിലെ മാർച്ച് 31 അവസാനിക്കുക. ഇപ്പോൾ ഫിനാൻഷ്യൽ ഇയർ ഇൻ വിച്ച് ദി ടോട്ടൽ ഇൻകം ഓഫ് പ്രീവിയസ് ഇയർ ഈസ് ചാർജ്. പ്രീവിയസ് ഇയറിലെ മുൻ വർഷത്തെ ടോട്ടൽ ഇൻകം ചാർജ് ചെയ്യുന്ന വർഷത്തിനെയാണ് അസസ്മെൻ്റ് ഇയർ അറിയപ്പെടുക. ആണെങ്കിൽ ഇപ്പോൾ നമ്മളുടെ അസസ്മെൻ്റ് ഇയർ എന്ന് പറയുന്നത് 2020-21. കാരണം 2020 ഏപ്രിൽ 1 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, 2021 മാർച്ച് 31 അവസാനിക്കുകയും ചെയ്യും. ഇതാണ് അസസ്മെൻ്റ് ഇയർ. നെക്സ്റ്റ് ആവറേജ് റേറ്റ് ഓഫ് ടാക്സ്. സെക്ഷൻ 2 സബ്സെക്ഷൻ 10. Average rate of tax is the rate of income tax arrived at by dividing the amount of income tax calculated on total income by such total income. Simple. ഒരു ടോട്ടൽ ഇൻകത്തിന് കണക്കാക്കിയിട്ടുള്ള ഇൻകം ടാക്സിന് അതേ ടോട്ടൽ ഇൻകം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ടാക്സ് റേറ്റിനെയാണ് ആവറേജ് റേറ്റ് ഓഫ് ടാക്സ് എന്നറിയപ്പെടുക. ഇപ്പോൾ 5 ലക്ഷം രൂപ ടോട്ടൽ ഇൻകം ഉള്ള ഒരാൾ ആ 5 ലക്ഷം രൂപയ്ക്ക് സപ്പോസ് ഒരു 10,000 രൂപ ഇൻകം ടാക്സ് കണക്കാക്കിയെന്ന് വെച്ചോ. അപ്പോൾ കണക്കാക്കിയിട്ടുള്ള ഇൻകം ടാക്സ് 10,000 രൂപ. അതിനെ ആ ഇൻകം ടാക്സ് കണക്കാക്കിയതിൻ്റെ ടോട്ടൽ ഇൻകം കൊണ്ട് ഹരിക്കുക. അപ്പോൾ 10,000 ഡിവൈഡഡ് ബൈ 5 ലക്ഷം ഇൻറ്റു 100. അതാണ് ആവറേജ് റേറ്റ് ഓഫ് ടാക്സ്. ദെൻ മാക്സിമം മാർജിനൽ റേറ്റ് MMR. Maximum marginal rate is the rate of income tax applicable in case of individual, association of person, body of individual as mentioned in the Finance Act of relevant previous year. Previous yearലെ ഫിനാൻസ് ആക്ട് പ്രകാരം ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ഇൻഡിവിജ്വൽ ഒരു വ്യക്തിക്കോ അതല്ലെങ്കിൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺ വ്യക്തികളുടെ കൂട്ടായ്മ അതന്നെയാണ് ബോഡി ഓഫ് ഇൻഡിവിജ്വൽ. അപ്പോൾ ഒരു വ്യക്തിയുടെ പേരിലോ അല്ലെങ്കിൽ വ്യക്തികളുടെ കൂട്ടായ്മയുടെ പേരിലോ
പ്രീവിയസ് ഇയറിലെ ഫിനാൻസ് ആക്ട് പ്രകാരം ടാക്സിൻ്റെ ഹയസ്റ്റ് സ്ലാബ് അപ്ലൈ ചെയ്യുന്നതിനെയാണ് മാക്സിമം മാർജിനൽ റേറ്റ് എന്നറിയപ്പെടുക. ഇപ്പോൾ നമ്മളുടെ മാക്സിമം മാർജിനൽ റേറ്റ് എന്ന് പറയുന്നത് 30%. 30% ടാക്സിൻ്റെ ഹയസ്റ്റ് സ്ലാബ്. അത് ഒരാളുടെ പേരിൽ നേരിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുകയാണ് മാക്സിമം മാർജിനൽ റേറ്റ്. ദെൻ നെക്സ്റ്റ് ഇൻകം, സെക്ഷൻ 2 സബ്സെക്ഷൻ 24. ഇൻകം മീൻസ് money or money's worth received from a definite source. ഒരു ഡെഫിനിറ്റ് സോഴ്സിൽ നിന്ന് കിട്ടുന്ന പണമോ അല്ലെങ്കിൽ പണമൂല്യമോ അറിയപ്പെടുന്നതാണ് ഇൻകം. സിമ്പിൾ. മണി ഓർ മണീസ് വർത്ത് റിസീവ്ഡ് ഫ്രം എ ഡെഫിനിറ്റ് സോഴ്സ്. ദെൻ നെക്സ്റ്റ് പേഴ്സൺ, സെക്ഷൻ 2 സബ്സെക്ഷൻ 31. പേഴ്സൺ ഇൻക്ലൂഡ്സ് ഫസ്റ്റ് ആൻ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തി. സെക്കൻഡ് എ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, ഒരു ഹിന്ദു കൂട്ടുകുടുംബം. തേർഡ് എ ഫേം, മെയിൻലി പാർട്ട്ണർഷിപ്പ് ഫേം. ഫോർത്ത് കമ്പനി, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. ഫിഫ്ത്ത് association of person or body of individual whether incorporated or not. അസോസിയേഷൻ ഓഫ് പേഴ്സൺ, ബോഡി ഓഫ് ഇൻഡിവിജ്വൽ, വ്യക്തികളുടെ കൂട്ടായ്മ, രജിസ്റ്റർ ചെയ്തതോ അല്ലാത്തതോ. ദെൻ ലോക്കൽ അതോറിറ്റീസ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അടുത്ത ടേമാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. Gross total income means aggregate income from different sources such as income from salary, income from house property, profit and gains of business or profession, capital gains and income from other source before making any deduction under section 80C to 80U. വ്യത്യസ്ത സോഴ്സിൽ നിന്നുള്ള വരുമാനങ്ങളുടെ മൊത്തം എമൗണ്ട്, വ്യത്യസ്ത സോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് 5 ഹെഡ്സ് ഓഫ് ഇൻകം ആണ് വ്യത്യസ്ത സോഴ്സുകളായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അതിൽ ഫസ്റ്റ് ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻസ്, ഇൻകം ഫ്രം അതർ സോഴ്സ്. ഈ 5 ഹെഡ്സ് ഓഫ് ഇൻകങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ മൊത്തം എമൗണ്ട് എങ്ങനെ 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻ ക്ലെയിം ചെയ്യുന്നതിൻ്റെ മുമ്പേയുള്ള വരുമാനത്തിൻ്റെ മൊത്തം എമൗണ്ട് അറിയപ്പെടുന്ന പേരാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ദെൻ ടോട്ടൽ ഇൻകം, സെക്ഷൻ 2 സബ്സെക്ഷൻ 45. ടോട്ടൽ ഇൻകം is the aggregate income from different sources after making any deduction under section 80C to 80U. ഗ്രോസ് ടോട്ടൽ ഇൻകം നമ്മൾ പറഞ്ഞു, വ്യത്യസ്ത ഹെഡിൽ നിന്നുള്ള വരുമാനങ്ങളുടെ മൊത്തം എമൗണ്ട്. അതന്നെയാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം തന്നെയാണ് നമ്മൾ ടോട്ടൽ ഇൻകം ആയിട്ട് പറയുന്നത്. പക്ഷേ ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷൻസ് കഴിഞ്ഞ് മിച്ചമുള്ള എമൗണ്ടിനെയാണ് ടോട്ടൽ ഇൻകം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ.